ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം, ഞാൻ ഇങ്ങനെയുള്ള അങ്ങനത്തെ ഒരു ചിന്തയുള്ളവനല്ല. ഞാൻ പറഞ്ഞില്ല ഇതിനോട്. അതെ, ഇടതുപക്ഷമാണ് ഇപ്പൊ എൻ്റെ മനസ്സിലുള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടാ. ധൈര്യമായിട്ട് നിങ്ങൾ വിശ്വസിച്ചോളൂ. ഇപ്പൊ എൻ്റെ മനസ്സിനകത്ത് ഒന്നേ ഉള്ളൂ, അത് ഇടതുപക്ഷമാണ്. ഓക്കെ, താങ്ക് യു. എനിക്കതിനെപ്പറ്റി അറിയില്ല, ഞാൻ അത്ര പഠിച്ചിട്ടില്ല ആ വിഷയത്തെ കുറിച്ച്. അങ്ങനെ പഠിച്ചിട്ടില്ല. അതെ, എനിക്ക് അത് എന്നോട് ആരോട് ചോദിക്കും, എനിക്കറിയില്ലല്ലോ. ഞങ്ങൾ വലിയ അടുപ്പത്തുള്ള ആൾക്കാരാ, ഇന്നും അന്നും വലിയ എടുപ്പാ. ഇന്നേ വരെ ആളെ എന്നോട് ഒന്നത് ചോദിച്ചിട്ടില്ല. നിങ്ങളോടെ പറയണല്ലോ, എന്നോട് പറയണ്ടേ? എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. അത് അവരോട് ചോദിക്കണ്ടേ, എനിക്കറിയൂ. എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ ആളെ പുറത്താക്കാൻ പറ്റില്ല. താൻ അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റും. ആർച്ച് ബിഷപ്പിന് കൊടുത്തു, ഒരു കുഴപ്പമില്ല. വർഗീസിന് ഞാൻ ക്രിസ്ത്യാനികളോടും അന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരാളല്ലേ, ഒന്നാ ഇരിക്കട്ടെ ഒരെണ്ണം. എനിക്ക് കോൺഗ്രസ്സുകാരും കൊണ്ടുവന്നില്ല, എൻ്റെ സ്വന്തം പാർട്ടിയിൽ നിന്നും വന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ സ്വന്തം പാർട്ടിയിൽ നിന്നും എനിക്കൊരു കൈക്ക് തന്നില്ല. എന്താ എന്താ അത് അവരോട് ചോദിക്കണം, എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടില്ല, വരാറില്ല. ആകെ ക്രിസ്മസിനാണ് എൻ്റെ അടുത്ത് വന്നേ, പിന്നെ വന്നിട്ടൊന്നുമില്ല. എന്താണ് എന്ത്? അത് LDF നോക്കേണ്ട കാര്യം ഞാനല്ലല്ലോ. ഞാൻ എൻ്റെ അടുത്ത് വന്നു, നിങ്ങൾ ചോദിച്ചു, മറുപടി തന്നു. അതെ, അത് LDFന്റെ നേതൃത്വം തീരുമാനിച്ചോട്ടെ, ഞാൻ തീരുമാനിക്കുന്നു. അതെ, അതിന്റെ ആവശ്യം എനിക്കില്ല. ഞാൻ അത്ര വലിയ വില കൽപ്പിക്കുന്നില്ല പ്രശ്നത്തിന്, ഞാൻ അതിന് വില കൽപ്പിക്കുന്നില്ല. എനിക്കിഷ്ടമായില്ലേ, മനസ്സിലായ? ഞാൻ ഇത്രയേ ഉള്ളൂ. ആ പ്രസ്താവനയോട് എനിക്ക് അത്ര വില തോന്നുന്നില്ല. കാരണം അതൊക്കെ ഒരു ബാലിശ്യമായ കാര്യമാണ്. എന്ത്? അതൊക്കെ അവർ നോക്കേണ്ട കാര്യമല്ലേ. ഞങ്ങളെ ദുർബലപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ അവർ തീരുമാനിക്കും. അവർക്ക് പണി വേണ്ടേ? എൻ്റെ പണി എന്താ? ഞാൻ പറഞ്ഞു, എൻ്റെ ചുമതല തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 2000 മുതൽ 2024 കഴിയുന്നത് വരെ ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചോദിച്ച് ഇവിടെ ഇടതുപക്ഷത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു കോർപ്പറേഷനാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതിനകത്ത് വല്ല അപാകത ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അത് അദ്ദേഹത്തിൻ്റെ, എൻ്റെ കുഴപ്പമില്ലല്ലോ ബോധ്യപ്പെടുന്നത്. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടോളും എന്നാ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ഞങ്ങൾക്ക് ഞാൻ രാഷ്ട്രീയ ചർച്ചയ്ക്ക് പോകാറില്ല. ഞാൻ രാഷ്ട്രീയ ചർച്ചകൾക്ക് പോകാറില്ല. ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം, ഞാൻ ഇങ്ങനെയുള്ള അങ്ങനത്തെ ഒരു ചിന്തയുള്ളവനല്ല. ഞാൻ പറഞ്ഞില്ല ഇതിനോട്. അതെ, ഇടതുപക്ഷമാണ് ഇപ്പൊ എൻ്റെ മനസ്സിലുള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടാ. ധൈര്യമായിട്ട് നിങ്ങൾ വിശ്വസിച്ചോളൂ. ഇപ്പൊ എൻ്റെ മനസ്സിനകത്ത് ഒന്നേ ഉള്ളൂ, അത് ഇടതുപക്ഷമാണ്. ഓക്കെ, താങ്ക് യു.